എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശില്പ. സെറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ ജനറൽ പേപ്പർ എല്ലാവരുടെയും മുന്നിൽ ഒരു വലിയൊരു ചോദ്യചിഹ്നമാണ് അല്ലേ? നിങ്ങൾ BEd ഒക്കെ പഠിച്ചതാണ് എങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു 60 മാർക്കിൻ്റെ മെത്തഡോളജി, ഫിലോസഫി അങ്ങനെയുള്ള കുറച്ച് ഭാഗങ്ങൾ നിങ്ങൾക്ക് കിട്ടും. എന്നാൽ ബാക്കി ഒരു 60 മാർക്കോളം നമുക്ക് ജനറൽ പേപ്പർ എന്ന് പറയുന്ന ഭാഗത്ത് വരുന്നത് നമുക്ക് GK ആണ്. അവിടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. മാത്സ് ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, അതുപോലെ തന്നെ GK എന്ന് പറയുമ്പോൾ സയൻസ്, കോൺസ്റ്റിറ്റ്യൂഷൻ, ഹിസ്റ്ററി, ജോഗ്രഫി ഇങ്ങനെ ഒരുപാട് സബ്ജക്റ്റുകൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെ പഠിക്കും എന്നുള്ളത് എല്ലാവരുടെയും സംശയം തന്നെയാണ്. അപ്പോൾ ഇതിനു മുൻപ് പല വീഡിയോകളിലും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എങ്കിലും നമ്മൾ ഇപ്പോൾ പറയാൻ പോകുന്നത് ഏതൊക്കെ ടോപ്പിക്കുകളാണ് കൂടുതലായിട്ട് മാർക്ക് ഡിസ്ട്രിബ്യൂഷനിൽ വരുന്നത്, അതായത് ഈ ഒരു 60-ലാണ് ഞാൻ പറയാൻ പോകുന്നത്. ഏറ്റവും കൂടുതലായിട്ട് വരുന്ന ഭാഗങ്ങളും അതുപോലെ തന്നെ ലീസ്റ്റ് ആയിട്ട് വരുന്ന ഭാഗങ്ങളും ഏതാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാ പ്രാവശ്യവും ഒരേ പാറ്റേണിലല്ല നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നത് അല്ലേ? ഈ ഒരു GK എന്ന് പറയുന്ന ടോപ്പിക്ക് വാരി ചെയ്തിട്ടാണ് ചില പ്രാവശ്യം കൂടുതൽ മാർക്ക് ചോദിക്കുന്നത്, പിന്നത്തെ പ്രാവശ്യം ചിലപ്പോൾ ലീസ്റ്റ് ആയിട്ടായിരിക്കും ചോദിക്കാം. അപ്പം നമുക്ക് ആവറേജ് ആയിട്ട് ഏതൊക്കെ ഭാഗങ്ങൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്ന് നോക്കി നമുക്കൊന്ന് പോകാം. അപ്പോൾ ഇവിടെ ഈ ഒരു GK ടോപ്പിക്കുകളിൽ നമുക്കറിയാം അവിടെ പഠിക്കാനുള്ളത് ഹിസ്റ്ററി പഠിക്കാനുണ്ട്, ജോഗ്രഫി ഉണ്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ, എക്കണോമിക്സ്, മാത്സ്, ഇംഗ്ലീഷ്, IT, സയൻസ്, ദെൻ കറണ്ട് അഫെയർ, ആർട്ട് ആൻഡ് കൾച്ചർ, ഇങ്ങനെയുള്ള കുറേ ഭാഗങ്ങളാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. ഇവിടെ ആദ്യം നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കേണ്ട ഭാഗം കറണ്ട് അഫെയർ ആണ്. ഈ കറണ്ട് അഫെയർ എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങളെ കണക്റ്റ് ചെയ്ത് ചോദിക്കുന്നതാണ്. ഇപ്പോൾ കറണ്ട് അഫെയറിൽ റീസെൻ്റ് ആയിട്ട് നടന്ന ഏതെങ്കിലും സംഭവങ്ങളെ കുറിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് എങ്കിൽ അവിടെ ചിലപ്പോൾ അത് മുൻകാലങ്ങളിൽ നടന്ന ഏതെങ്കിലും ഹിസ്റ്ററി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും സംഭവവുമായിട്ട് ബന്ധപ്പെട്ടതാണ് എങ്കിൽ ചിലപ്പോൾ നമുക്ക് കണക്ട് ചെയ്ത് ചോദ്യം വരിക ആ ഒരു സിറ്റുവേഷനെ ബന്ധപ്പെടുത്തിയിട്ടായിരിക്കും. ഇപ്പോൾ നമുക്ക് റീസെൻ്റ് ആയിട്ട് പറയുവാണെന്നുണ്ടെങ്കിൽ 2024 വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ 100ാം വാർഷികം ആഘോഷിച്ചതൊക്കെ അല്ലേ? അപ്പോൾ പല പരീക്ഷകൾക്കും ഈ ഒരു 100ാം വാർഷികവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ. അപ്പോൾ നമ്മളിത് കറണ്ട് അഫെയർ ചേർത്ത് പഠിക്കുമ്പോൾ പക്ഷേ ഈ വൈക്കം സത്യാഗ്രഹ എന്ന് പറയുന്നത് എന്താണ്, ഹിസ്റ്ററിയിൽ നമ്മൾ പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ് അല്ലേ? അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ചോദ്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. അപ്പോൾ ഇങ്ങനെ കണക്ട് ചെയ്തിട്ടാണ് പലപ്പോഴും ചോദ്യങ്ങൾ വരുന്നത്. അപ്പോൾ കറണ്ട് അഫെയർ എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. ഇപ്പോൾ റിവേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും പ്രൊജക്റ്റുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മളോട് ഡയറക്റ്റ് ചോദിക്കാറുണ്ട്. ഏതെങ്കിലും ബ്രിഡ്ജുകളോ ഏതെങ്കിലും റിവേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പദ്ധതികളോ അങ്ങനെയൊക്കെ വരികയാണ് എങ്കിൽ ചിലപ്പോൾ നമുക്കത് കണക്ട് ചെയ്ത് ഏത് ഭാഗത്ത് ചോദിക്കാം, ജോഗ്രഫി എന്ന് പറയുന്ന ഭാഗത്തും ചോദിക്കാം. അപ്പോൾ നമ്മൾ കറണ്ട് അഫെയർ പഠിക്കുമ്പോൾ ജസ്റ്റ് ആ കറണ്ട് അഫെയർ പഠിക്കുക എന്നുള്ളത് മാത്രമല്ല, അതിനെ കണക്ട് ചെയ്തിട്ട് ഹിസ്റ്ററിയിലോ ജോഗ്രഫിയിലോ എക്കണോമിക്സിലോ ആർട്ട് ആൻഡ് കൾച്ചറിലോ ഏതാണോ അദ്ദേഹവുമായിട്ട് അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക്കുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്നത് അതിനെ നമ്മളൊന്ന് കണക്ട് ചെയ്യാൻ ശ്രമിക്കാം. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഏതെങ്കിലും വ്യക്തികൾ മരിച്ചിട്ടുണ്ട് എങ്കിൽ അവരുടെ പുസ്തകങ്ങൾ ചോദിക്കാം, അവരേത് മേഖലയിൽ പ്രവർത്തിച്ച വ്യക്തികളാണ്, അവർക്ക് കിട്ടിയ അവാർഡുകൾ ഏതൊക്കെയാണ്. ഇപ്പോൾ റൈറ്റേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ പ്രശസ്തരായിട്ടുള്ള വ്യക്തികളുടെ ബുക്സ് ചോദിക്കാറുണ്ട്, ഏത് ബുക്സിനാണ് ഇന്ന അവാർഡ് ലഭിച്ചതെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അതെന്താണ്, നമുക്ക് എക്സാക്റ്റ് കറണ്ട് അഫെയർ എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ കറണ്ട് അഫെയറിനെ കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു സ്റ്റാറ്റിക് ഫാക്ടോ അല്ലെങ്കിൽ GK ഫാക്ടോ ഹിസ്റ്ററിയോ ജോഗ്രഫിയോ ആയിട്ട് വരാം. അപ്പോൾ ഇങ്ങനെ വേണം നിങ്ങൾ പഠനത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ വായിക്കുക അല്ലെങ്കിൽ ഒരു കാര്യം മാത്രം മനസ്സിലാക്കുക എന്നുള്ളതല്ല, അതിനെ കണക്ട് ചെയ്തിട്ടുള്ള സബ്ജക്റ്റോ അല്ലെങ്കിൽ ടോപ്പിക്കുകളോ നമ്മളൊന്ന് നോക്കിയിട്ട് പോകണം. അപ്പോൾ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ട ഒരു ഭാഗം എന്ന് പറയുന്നത് കറണ്ട് അഫെയർ തന്നെയാണ്. പിന്നെ വരുന്നതാണ് ആർട്ട് ആൻഡ് കൾച്ചർ. ആർട്ട് ആൻഡ് കൾച്ചർ എപ്പോഴും എന്താണ്, ഏതെങ്കിലും സംസ്ഥാനങ്ങളുടെ ആർട്ട് ഫോംസോ അല്ലെങ്കിൽ ഡാൻസ് ഫോംസോ GI ടാഗ് കിട്ടിയതോ അങ്ങനെയൊക്കെ കണക്ട് ചെയ്ത് ചോദിക്കാറുണ്ട്. അവിടെയും നമുക്ക് ചെറിയ രീതിയിൽ കറണ്ട് അഫെയർസിനെ കണക്ട് ചെയ്യാനായിട്ട് പറ്റും. ആർട്ട് ആൻഡ് കൾച്ചർ വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. അടുത്ത ഒന്നാണ് നമ്മുടെ IT എന്ന് പറയുന്നത്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നോക്കുകയാണെങ്കിൽ IT അധികം ക്വസ്റ്റ്യൻസ് ചോദിച്ചില്ല, പക്ഷേ സാധാരണയായിട്ട് 4-5 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് എവിടെ നിന്ന് ചോദിക്കാറുണ്ട്, IT-യിൽ നിന്ന് ചോദിക്കാറുണ്ട്. IT-യും എന്താണ്, നമുക്ക് കൂടുതലായിട്ടും പുതിയ ടെക്നോളജികൾ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതും കൂടെ നമ്മൾ മനസ്സിലാക്കി വേണം IT-ക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട്. പിന്നെ വരുന്നത് കൂടുതലും ജോഗ്രഫി, കോൺസ്റ്റിറ്റ്യൂഷൻ,
ജോഗ്രഫി എന്ന് പറയുന്നത് റിവേഴ്സ് ചോദിക്കാറുണ്ട്, ഡാമുകൾ ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും നാഷണൽ പാർക്കുകളോ അതൊക്കെ ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ സ്റ്റാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ജോഗ്രഫിയിൽ ചോദിക്കാറുള്ളത്. അപ്പോൾ അവിടെയും നമുക്കൊരു 2 or 3 ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷെ അവിടെ ചാൻസ് കൂടുതൽ എപ്പോഴും എന്തിനാണ്, ഒരു മാച്ച് ദ ഫോളോയിങ് ടൈപ്പുള്ള ക്വസ്റ്റ്യൻസിനാണ് പ്രാധാന്യമുള്ളത്. പിന്നെ വരുന്നത് ഏത് ഭാഗത്താണ്, കോൺസ്റ്റിറ്റ്യൂഷനാണ്. അവിടെ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഭാഗങ്ങൾ എപ്പോഴും എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുണ്ട്. എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിളുകളോ അല്ലെങ്കിൽ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അമെൻമെൻറ്റുകളോ അതൊക്കെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെയും നമ്മൾ പഠിക്കാനുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നമ്മൾ നോക്കിപ്പോവേണ്ടത്. പിന്നെ മാത്സ് ഒക്കെ ഇഷ്ടമുള്ളവരാണ് എങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഭാഗത്തു നിന്നുള്ള 5 മാർക്ക് എന്തായാലും പഠിച്ചെടുക്കാൻ പറ്റും. കാരണം അവിടെ സ്ഥിരമായി ചോദിക്കുന്നത് ഇൻട്രസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ, അതുപോലെ തന്നെ പെർസെൻറ്റേജ്, ആവറേജ്, ഇങ്ങനെയുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് സാധാരണയായിട്ട് വരാറുള്ളത്. ഓക്കെ, അപ്പോൾ ഇന്ന ഭാഗങ്ങളൊക്കെയാണ് നിങ്ങൾ തീർച്ചയായിട്ടും GK പഠിക്കുമ്പോൾ നോക്കിപ്പോവേണ്ടത്. പിന്നെ കുറച്ച് പേർക്കൊക്കെ സംശയം ഉണ്ടാവും UN-ഉമായിട്ട് ബന്ധപ്പെട്ട്. UN-ഉമായിട്ട് ബന്ധപ്പെട്ട് ഇതുപോലെ തന്നെ സ്റ്റാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതലും ചോദിക്കാറുള്ളത്. അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ് എന്നുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളാണ് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കേണ്ടത്. അപ്പോൾ ഇതൊക്കെ പഠിക്കുമ്പോൾ എല്ലാവർക്കും ഡൗട്ടാണ്, ഇത് എവിടെ നിന്ന് പഠിക്കണം, എങ്ങനെയാണ് ഇത് പഠിക്കുക എന്നുള്ളത്. ഇതൊക്കെ പഠിക്കുമ്പോൾ എല്ലാവരുടെയും ഡൗട്ടാണ്, ഇത് എങ്ങനെയാണ് പഠിക്കുക, എവിടെ നിന്നാണ് പഠിക്കുക. ഇത് പഠിക്കേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നു, പക്ഷെ എന്നാലും ഇത് പഠിച്ചു തുടങ്ങുമ്പോൾ എല്ലാവരുടെ മുന്നിലും സംശയങ്ങളാണ്. അപ്പോൾ ഇതിനെ ഒതുക്കി വളരെ ക്ലിയർ ആയിട്ട് ഒന്നിനെ കണക്ട് ചെയ്ത് മറ്റൊന്ന് പഠിക്കുന്ന രീതിയിലേക്ക് ആക്കാനായിട്ട് നമ്മൾ പുതിയ ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു മെൻറ്റർഷിപ്പോട് കൂടി തന്നെ നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങാം. നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ സെറ്റ് അസ്ത്ര 3.0 ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട്. അത് ജനറൽ പേപ്പറിലും അതുപോലെ തന്നെ സബ്ജക്റ്റ് പേപ്പറുകളും ആരംഭിച്ചിട്ടുണ്ട്. നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻ എന്താണ്, ജനറൽ പേപ്പർ തന്നെയാണ് അല്ലേ. അപ്പോൾ ഈ ജനറൽ പേപ്പർ വളരെ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ട് പ്രധാനപ്പെട്ട ഭാഗങ്ങളെ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് പുതിയ ബാച്ചുകളാണ് ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ ജോയിൻ ചെയ്യുക. ഈ വർഷത്തെ അവസാന സെറ്റ് നമുക്ക് ക്രാക്ക് ചെയ്യണം. കാരണം ഇനി നമ്മുടെ മുന്നിൽ ഒരുപാട് പരീക്ഷകൾ അല്ലേ, HSST പോലെയുള്ള ഒരുപാട് പരീക്ഷകളൊക്കെ വരാനിരിക്കുന്നുണ്ട്. നല്ല ഒരു മാർക്ക് സ്കോർ ചെയ്ത് നമുക്ക് നമ്മുടെ അധ്യാപകരാകുക എന്നുള്ള സ്വപ്നം സാക്ഷാത്കരിക്കാം. നിങ്ങളോടൊപ്പം തന്നെ കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഉണ്ട്. പുതിയ ബാച്ചിൻ്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, ജോയിൻ ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്